നാരായണ ഗുരുവായൂരപ്പ. ശ്രീമന്നാരായണീയം ദശകം 45 അഞ്ചാമത്തെ ശ്ലോകം പാരായണം ചെയ്യണു. 1 തൊട്ട് 4 വരെ ബാലലീല ഒരു ഭാഗം പറഞ്ഞു. ഇനി അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് പറയണു. ഓം സ്നുതകുജഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദാസ്തന്യദാ ധന്യധന്യ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. ഭവന്തം ഭഗവാനെ അങ്ങയെ, സ്നുതകുജഭരം ചുരക്കുന്നതായിട്ടുള്ള ഈ സ്തനങ്ങളോട് കൂടിയിട്ട്, അതും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സ്ഥലം, അങ്ങേ മടിയിലിരിക്കുന്നതായിട്ടുള്ള ധാരയന്തി വഹിക്കുന്നതായിട്ടുള്ള അമ്മമാര്, തരളമതി എത്രത്തോളം അത് ഈ ലാളിക്കുക, സ്നേഹത്തോട് കൂടിയിട്ട്, അതേപോലെ ആർദ്രമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട്, അങ്ങനെ തരളമതി സ്തന്യത സ്തനം കൊടുക്കുന്നതായിട്ടുള്ള, മുല കൊടുക്കുന്നതായിട്ടുള്ള, പാല് കുടിപ്പിക്കുന്നതായിട്ടുള്ള ആ അമ്മമാര് ധന്യധന്യ. പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ അമ്മ യശോദ ധന്യധന്യ. കാരണം പരബ്രഹ്മത്തെയാണ് ഈ രൂപത്തിൽ കിട്ടിയത്, പരിപൂർണ തമനയാണ് ഈ യശോദയ്ക്ക് കിട്ടിയത്. അത് മഹാഭാഗ്യം, അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഹേ കപട പശുപ. അപ്പോൾ കാപട്യത്തോടു കൂടിയിട്ട് സ്വരൂപം സ്വീകരിച്ച പരിപൂർണതമനായിട്ടുള്ള സകല സ്വരൂപനാണ് ശ്രീകൃഷ്ണൻ. മാത്രമല്ല ചെയ്യുന്ന ജോലി കാപട്യാണ്, പശുപനായിട്ടാണ്, പശുക്കളെ മേയ്ക്കുക എന്ന ആ ലീലയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നത് കപട പശുപനായിട്ടാണ്, ഗോപബാലനായിട്ട്, പശുക്കളെ നോക്കുന്നവൻ എന്ന നിലയ്ക്കാണ്. കപട പശുപ മധ്യേ, ഇങ്ങനെയുള്ള ഗോകുലത്തിൻ്റെ മധ്യത്തിൽ മുഗ്ധഹാസാങ്കുരം അതിമനോഹരമായിട്ട് പുഞ്ചിരിക്കുന്നതായിട്ടുള്ള ദശന മുകുളഹൃദ്യം, പല്ലിൻ്റെ മുട്ട് കാണിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ഈ മുല്ലപ്പൂവും പല്ല്, അങ്ങനെയുള്ള ആ പല്ലിൻ്റെ, പിന്നെ പല്ലിങ്ങനെ വരണേ ഉള്ളൂ, തൊണ്ണ് പൊട്ടി എത്രയുള്ളൂ, ആ പല്ല് കാണിച്ചുകൊണ്ട് ആകർഷകമാകുന്ന, ഹൃദ്യമാകുന്ന, എത്രത്തോളം മനസ്സിലങ്ങോട്ട് കയറും, ഹൃദയത്തിൽ അങ്ങോട്ട് കയറും എന്ന് പറയാൻ നിർത്തില്ല, അങ്ങനെ ആ പല്ല് കാണിച്ച് ചിരിക്കുന്നതായിട്ടുള്ള വക്ത്രം, ആ മുഖത്തോട് കൂടിയിട്ട്, വീക്ഷ്യ ആ മുഖത്തെ മുഴുവൻ, കണ്ണുകളെ, ചുണ്ടുകളെ, കവിളുകളെ ഒക്കെ പ്രത്യേകമായിട്ട് നോക്കിയിട്ട്, വീക്ഷ്യ യശോദ അമ്മ നോക്കിയിട്ട്, ജഹർഷ സന്തോഷിച്ചു. ഇപ്പം ഇതിൻ്റെ ഉള്ളിലൊരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അമ്മ മുല കൊടുക്കുമ്പോൾ സ്വയമേവ ധന്യത അനുഭവിക്കുന്നു. ഈ ധന്യത പരബ്രഹ്മത്തെയാണ് മുല കൊടുക്കുന്നത് എന്നതുകൊണ്ട് അതിലേറെ കൂടുതൽ ഈശ്വര അനുഗ്രഹമായിട്ട് അതിനെ വരം അനുഗ്രഹം എന്ന നിലയ്ക്ക് കണക്കാക്കുന്നു. ഇത് അനുഭവിക്കുന്നതായിട്ടുള്ള, പറയുമ്പോൾ കേൾക്കുന്നതായിട്ടുള്ള നമ്മൾ, അതേപോലെ ഇങ്ങനെ ഒന്നുണ്ട് എന്ന് വായിക്കുന്നതായിട്ടുള്ള നമ്മൾ, അവിടെ ആകാശത്തായാലും മറ്റേ ഹിമാലയത്തിലായാലും ഋഷികളോ മുനികളോ ദേവന്മാരോ ഒക്കെ ഇത് അനുഭവിക്കുന്നു. എങ്ങനെ അനുഭവിക്കുന്നു? ഉൾക്കണ്ണുകൊണ്ട് കാണുന്നു. അപ്പോൾ ഈ കൃഷ്ണനെ ഇങ്ങനെ മാറോടണിക്കാനും സന്യം കൊടുക്കാനും ഭാഗ്യമുള്ളതായിട്ടുള്ള ഈ അതിഥി മാതാവ് യശോദയായിട്ട് ഇവിടെ മുഴുവൻ ധന്യതയെയും അനുഭവിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം ആണ് ഈ 6 മാസം വരെയുള്ള, അല്ലെങ്കിൽ ഒരു വർഷം വരെയുള്ള ശിശുക്കളുടെ സാമീപ്യം. അത് ആലിംഗനം ചെയ്യുമ്പോൾ കിട്ടുന്നത് കൂടുതലാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആലിംഗനമാണ് ഇന്ദ്രിയ സുഖങ്ങളിൽ മാക്സിമം, ഏറ്റവും ടോപ്പ് സുഖം അതാണ്. അതിൻ്റെ താഴെയുള്ളൂ ബാക്കി എല്ലാ സുഖങ്ങളും. കണ്ണുകൊണ്ട് കാണാനും ശരി, കേൾക്കാനും ശരി, നാവുകൊണ്ട് രുചിക്കാനും ശരി, എന്തൊക്കെ ചെയ്യാനും ഇതിൻ്റെ താഴെയുള്ളൂ. അതാണ് ഭവന്തം സ്നുതകുജഭരം അംഗേ ധാരയന്തി. ഈ അങ്ങയെ, ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങയെ, ഈ ചുരക്കുന്ന മാറുകളോട് കൂടിയിട്ട് മടിയിൽ വയ്ക്കുന്നതായിട്ടുള്ള അങ്ങയെ, മുല കൊടുപ്പിക്കുന്നതായിട്ടുള്ള അമ്മ യശോദ എത്ര ധന്യയാണ്. തരളമതി സ്തന്യത ധന്യധന്യ യശോദ. അല്ലയോ ഹേ കപട പശുപ. കാപട്യഭാവത്തോട് കൂടിയിട്ട് ഗോപബാലൻ എന്ന നിലയ്ക്ക് ഈ ഗോപന്മാരുടെ മധ്യേ അവതരിച്ചതായിട്ടുള്ള അങ്ങ്, മധ്യേ മുക്തഹാസ അങ്കുരം,
ഇപ്പോൾ അമ്മയുടെ മടിയിലിരുന്നിട്ട് അതിമനോഹരമായിട്ട് പുഞ്ചിരിക്കുന്നു. അമ്മയെ നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നു. സ്തന്യം കുടിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ അങ്ങയുടെ മുഖത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ദശന മുകുളഹൃദ്യം വക്ത്രം വീക്ഷ്യ. ഇങ്ങനെ പല്ലിങ്ങനെ കുറേശ്ശെ വരുന്നതായിട്ടുള്ള ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ അമ്മ അനുഭവിക്കുന്നതായിട്ടുള്ള സന്തോഷം, അത് ജഹർഷ. ഹർഷം എത്രത്തോളം ജനിച്ചു അത്രത്തോളം ആ അമ്മ ആനന്ദിച്ചു എന്ന് സാരം. ഇത് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു അളവ് പറയാൻ പറ്റില്ല. മാക്സിമാണ്, ടോപ്പാണ്. സ്നുതകുജഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതിയശോദാസ്തന്യദാ ധന്യധന്യ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. അവിടെ മുല കൊടുക്കുന്ന സമയത്ത് മറ്റൊരാൾ അവിടേക്ക് ചെല്ലാൻ പാടില്ല, സ്ത്രീകളായാലും ചെല്ലാൻ പാടില്ല. അതേപോലെ ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ ഒരു കാരണവശാലും നോട്ടത്തെ ആയാലും ലാളിക്കലായാലും തലോടലായാലും അത് വിഘ്നം വരാത്ത രീതിയിൽ വേണം. അവിടേക്ക് പ്രവേശിക്കുകയേ പാടില്ല. ആ ശ്രദ്ധ അവരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനേ പാടില്ല. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ശിശു മാതൃ വിഭേദനം ബ്രഹ്മഹത്യാ സമം സ്മൃതം എന്നാണ്. അപ്പോൾ ബ്രഹ്മഹത്യാ പാപം വരും എന്നാണ്. നമ്മൾ അറിയാതെ കണ്ട് കുട്ടികൾ മുല കൊടുക്കുന്ന സമയത്ത് അവിടെ ചെല്ലണു, അമ്മയുമായിട്ട് സംസാരിക്കുന്നു, കുട്ടികളെ തലോടുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് അതിനുള്ള അനുവാദം ഉണ്ടായതുകൊണ്ട് വളരെ ലോക്യത്തോട് കൂടിയിട്ടാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ഭാവിച്ചാൽ ആ ഭാവത്തിൽ ബന്ധം എങ്ങനെയാണ് നിൽക്കണ വെച്ചാൽ അതിനനുസരിച്ചാണല്ലോ വിളിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ബ്രഹ്മഹത്യാ പാപമാണ് ഈ അപ്പോൾ ചെയ്യുന്നതായിട്ടുള്ള ഈ സൗഹൃദമായാലും ലാളനയായാലും സംഭവിക്കുന്നത് എന്ന് അറിയാതെ കണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് ഭാവിയിലേക്ക് കുട്ടികൾക്കും ഈ രണ്ട് പേർക്കും, അമ്മയ്ക്കും കിട്ടും, ഈ ചെയ്തയാൾക്കും കിട്ടും. ഇത് ബ്രഹ്മഹത്യാ പാപം മൂന്നാൾക്കും ഒരേപോലെ വരിക. സമൂഹത്തിന് ഹിതമല്ലാത്തതാണ് പിന്നീട് അവരിൽ നിന്ന് പുറത്തേക്ക് വരിക. തദനുചരണചാരീദാരകൈസാഗമാരാത് നിലയതതിഷുഖേളൻ ബാലചാപല്യശാലി ഭവനശുഖവിടാളാൻ വത്സകാംശ്ചാനുധാവൻ കഥമപി കൃതഹാസൈർഗോപകൈർവാരിതോ ഭൂ. തദനു അതിനുശേഷം ചരണചാരി ഈ കാലുകൊണ്ട് നടക്കാൻ തുടങ്ങി. ചരണം എന്ന് പറഞ്ഞാൽ കാല്, കാലുകൊണ്ട് ചാരി, ചരണചാരി സഞ്ചരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നടക്കാൻ തുടങ്ങി എന്നർത്ഥം. തദനു ചരണചാരി ധാരകൈ സാഗം ഒപ്പമുള്ള കുട്ടികളോട് കൂടെ എന്നാണ്. ധാരകൈ സാഗം, സാഗം എന്ന കൂടെ, ധാരകൈഹി ഈ കുട്ടികളോട് കൂടി ആരാത് സമീപത്തുള്ള തൊട്ടടുത്തുള്ള നിലയ തദിഷു അടുത്ത ഗോപികളുടെ ഗൃഹത്തിലേക്ക്. അപ്പോൾ മുട്ടൂത്തി നടക്കൽ കഴിഞ്ഞു, അതിൻ്റെ ബാല്യം എന്നുള്ള അവസ്ഥ കഴിഞ്ഞു. കുറേശ്ശായിട്ട് പശുവിൻ്റെ പശുക്കുട്ടിയുടെ വാലൊക്കെ പിടിച്ച് നീട്ട് നിൽക്കുക. പശുക്കുട്ടി നടക്കുമ്പോൾ വീഴാതെ കണ്ടും വീണിട്ടും ഒക്കെ ആയിട്ട് നടക്കാൻ പഠിച്ചു. അപ്പോഴേക്കും കൂട്ടുകാർ 32 പേര് വന്നു നോക്കാനുള്ള ആയമാരെ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അവരും കൂട്ടുകാരും അഷ്ടഗോപന്മാർ, പിന്നെ 32 ഗോപസഖാക്കളാണ്, ഗോകുലത്തിൽ നിന്ന് വന്നവരാണ്. അവർ ഈ കൃഷ്ണൻ്റെ അടുത്തേക്ക് അമ്മമാരോടൊപ്പം അവിടെ എത്തി. അവർ നിലയ തതിഷുഖേലൻ മാത്രമല്ല ആ അടുത്ത ഗൃഹത്തിലുള്ള കുട്ടികളെ അവരുടെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങോട്ടും ഭഗവാൻ അങ്ങോട്ടും ക്രീഡിക്കുന്നവരായിട്ടുള്ള ബാലചാപല്യശാലി, ബാലസഹജമായിട്ടുള്ള ചാപല്യങ്ങളെ മുഴുവൻ കാട്ടുന്നതായിട്ടുള്ള ആ ഭഗവാനും ഭഗവാന്റെ ഒപ്പം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് വരമായിട്ട് കൊടുത്ത ഈ കുട്ടികളുടെ അനുഗ്രഹം, കുട്ടികൾക്ക് നേടിക്കൊടുത്തായിട്ടുള്ള ഈ വരം, കൃഷ്ണന്റെ ഒപ്പം ബാലചാപല്യങ്ങൾക്ക് കൂട്ടായിട്ട് അവരും ബാലന്മാരാണ്. അങ്ങനെ ക്രീഡിക്കുന്നു. ബാലചാപല്യശാലി ഭവന ശുഖ വിടാളാൻ, ഈ ഗൃഹത്തിലെ ശുഖം എന്ന് പറഞ്ഞാൽ തത്ത, വിടാളാൻ പൂച്ച തൊട്ടുള്ള ഓരോന്ന്, വിടാളാൻ. അപ്പോൾ ഭവന ശുഖ വിടാളാൻ പെറ്റ്സ് എന്ന് കൂട്ടിയാൽ മതി. തത്ത, പൂച്ച, പിന്നെ എന്തൊക്കെയുള്ള അതൊക്കെ പലതും ഉണ്ടാവും. അത് എന്തായാലും അവർക്കൊക്കെ ഭവന ശുഖ വിടാളാൻ, വത്സ കാഞ്ച ഒപ്പം പശുക്കുട്ടികൾ, പെറ്റ്സാണ് ഇതൊക്കെ. അങ്ങനെ അനുധാവൻ അവരെ പിന്തുടർന്നു കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കൗതുകം ഉണ്ടാക്കുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ചെറിയ പൂച്ചയെ കണ്ടാലും തത്തയെ കണ്ടാലും ഹായ്, ഇനി എന്തിനാ സസ്യജാലങ്ങളായാലും ഒരു പൂവ് കണ്ടാൽ കുട്ടികൾക്ക് കൗതുകമായി. പൂവിൻ്റെ വെറൈറ്റീസ്, കളർ വ്യത്യാസം, ചെടിയുടെ ആകൃതി വ്യത്യാസം, മണ വ്യത്യാസം, തേന് അതിൻ്റെ വ്യത്യാസം, അതിൽ വരുന്ന വണ്ടുകളുടെ വ്യത്യാസം, പലതും കുട്ടികളിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പിന്തുടരുകയാണ്.
അങ്ങനെ പിന്തുടരുന്ന ഭഗവാൻ ഒപ്പം ആരെ കണ്ട് ഈ 32 കുട്ടികളുണ്ട്. ത്വം കൃതഹാസൈഹി. അപ്പോൾ അതിനെ സ്വീകരിക്കുക, അതിൻ്റെ പ്രതിഫലനമായിട്ട് ചിരിക്കുക. എന്താണോ പഠിക്കേണ്ടത്, എന്താണോ അറിയേണ്ടത്, എന്താണോ ഇങ്ങനെ അനുഭവിക്കേണ്ടത്, ജ്ഞാനവും വിജ്ഞാനവും ഇങ്ങനെയാണല്ലോ ക്രമേണമായിട്ട് കിട്ടുക. അത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന അത് പ്രതിഫലനമായിട്ട് പുറത്തേക്ക് വരുന്ന ഹാസം, ചെറിയായിട്ടാണ് വരിക. അപ്പം അങ്ങനെ ഈ പിന്തുടരുന്നതായിട്ടുള്ള കുട്ടികളോടൊപ്പം ഇത് മുഴുവൻ അനുധാവൻ ത്വം കൃതഹാസൈഹി, ഇത് മുഴുവൻ അനുഭവിച്ചുകൊണ്ട് അതിനെ പുറമേക്ക് ഇങ്ങനെ ചിരിക്കുന്നു. ആ സമയത്ത് ഗോപകൈഹി, ഈ ഗോപപാലന്മാരെ കഥമപി വാരിദഹ അഭൂ, ചില കാര്യങ്ങളൊക്കെ. ഇപ്പം പൂച്ചയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പൂച്ച കടിക്കോ മാന്തോ ഇത് കുട്ടികൾക്ക് അറിയില്ല. അവർ പൂച്ച ചെന്ന് നിർത്തി കഴിഞ്ഞാൽ അയ്യോ പൂച്ച തൊടരുത്. പൂച്ചയെ തൊട്ട് കഴിഞ്ഞാൽ പൂച്ച കടിക്കുക മാന്ത ചെയ്യില്ലേ. പൂച്ചയെ തൊടരുത് എന്നല്ല വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് നിഷേധിക്കല്ല വേണ്ടത്. അവരെ അത് ചെയ്യാം. പക്ഷെ പൂച്ച മാന്താതെ കണ്ടും കടിക്കാതെ കണ്ടും നോക്കേണ്ടത് ഉത്തരവാദിത്തം ആർക്കാണ്? രക്ഷിതാക്കൾക്കാണ്, അമ്മയ്ക്കാണ്. അമ്മയ്ക്കോ ഒപ്പം നോക്കണം. ആരൊക്കെ എല്ലാ സമയത്തും അമ്മയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആയാലും അമ്മയായാലും. അപ്പോൾ അതാ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ പൂച്ചയെ കണ്ട കഷ്ടിച്ചിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. പൂച്ചയുടെ പിന്നാലെ നടക്കും, പശുക്കുട്ടികളുടെ പിന്നാലെ നടക്കും. പശുക്കുട്ടികളുടെ കുളമ്പിന് ഭയങ്കര വേദനയാണ് കൊണ്ടു കഴിഞ്ഞാലേ. അതുപോലെ അവർ തലയിട്ടൊന്നിങ്ങനെ ആക്കി കഴിഞ്ഞ് ആ നെറ്റിയോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും നമ്മുടെ ഈ കുട്ടികളുടെ ശരീരത്ത് കൊണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ മറിഞ്ഞു വീഴും. അപ്പോൾ നോക്കേണ്ടത് ഈ പശുക്കളും മറ്റേ ഈ പൂച്ചയുമല്ല, പശുക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയും നോക്കേണ്ടത്, തത്തയായാലും ശരി നോക്കേണ്ടത് നമ്മളാണ്. കുട്ടികൾക്കറിയില്ല. തൊടിയിക്കേണ്ടവരെ തൊടിയിക്കേണ്ട വേണം. എങ്ങനെയാണ് തൊടിയിക്കേണ്ടത്? പൂച്ചയാണെച്ചാൽ പല്ലും നഖവും വരില്ല എന്ന് ഉറപ്പാക്കണം. എന്നിട്ട് വേണം തൊടിയിക്കാൻ. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ശുദ്ധി പ്രക്രിയയൊക്കെ ചെയ്യണം. കൈ കഴുകേണ്ടതെങ്കിൽ കൈ കഴുകണം, കഴുകിപ്പിക്കണം. ഈ കൈ കുട്ടികൾ പൂച്ച തൊട്ട് കഴിഞ്ഞാൽ അത് എന്നിട്ട് വായിലിടും കയ്യേ. അപ്പോൾ പൂച്ച ഏത് തരത്തിലാണ് പൂച്ച ഇരിക്കണത് ശരിയാ? ഇലയെ തിന്ന പൂച്ചയാണോ അരണയെ തിന്ന പൂച്ചയാണോ എന്ന് ശരിയാ? പൂച്ചയുടെ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോഴേ. അപ്പോൾ അതിലെന്തെങ്കിലും വിഷം പറ്റിയിട്ടാൽ കുട്ടികൾ അത് വായിൽ കൈയിടും. കുട്ടികൾക്കല്ല കുഴപ്പം, പൂച്ചയ്ക്കും അല്ല കുഴപ്പം, ഒപ്പം നിൽക്കുന്ന രക്ഷിതാക്കൾക്കാണ് കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിരുത്തണം. നമ്മളെ ശ്രദ്ധ വേണ്ടത് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ഈ ഹാസം, ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണില്ലേ, എന്നെ തടുക്കേണ്ടതിനെ തടുക്കാതിരിക്കുന്നതും അതേപോലെ ചെയ്യിക്കേണ്ടതിനെ ചെയ്യിക്കാതിരിക്കുന്നതും നിങ്ങളുടെ കുഴപ്പമാണ്. അതാ ഹാസം. കൃതഹാസൈ അതാണ്. ചിരിക്കുന്നതായിട്ടുള്ള ഗോപപാലന്മാരെ പിന്നെന്താ ചെയ്യുക? ക്ലേശിച്ച് തടയപ്പെട്ടു. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ളത് നമ്മുടെ ഭാവം. കൃഷ്ണൻ അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയല്ല വേണ്ടത്. അങ്ങനെ തദനുചരണചാരി ധാരകൈ സാഗമാരാത് നിലയതതിഷു ഖേളൻ ബാലചാബല്യശാലി ഭവനശുക വിടാളാൻ വത്സകാംശാനുധാവൻ കഥമപി കൃതഹാസൈർഗോപകൈർവാരിതോ ഭൂ. അപ്പം ഇങ്ങനെ കാലുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് നടക്കാൻ തുടങ്ങിയിട്ടുള്ള ആ കുട്ടികളുടെ ഒപ്പം വന്നതായിട്ടുള്ള 32 കുട്ടികൾ ഇവിടെ സന്തത സഹചാരികളായിട്ടാണ് പിന്നീട് ഉണ്ടായത്. അഷ്ടഗോപന്മാരും ഈ 32 ഗോപപാലന്മാരും പ്രത്യേകമായിട്ടാണ്. അവരുടെ ഒപ്പം എല്ലാ ദിക്കിലേക്കും എത്താൻ തുടങ്ങി. അടുത്ത വീടുകളിലേക്കും എത്താൻ തുടങ്ങി. അവിടെ ചെന്നപ്പോൾ പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ബാലചാബല്യങ്ങളൊക്കെ കാണിച്ചു. ആ കാണിക്കുന്നത് അവിടെ വളർത്തു പൂച്ചകളുണ്ടാവും, വളർത്ത് തത്തകളുണ്ടാവും, പെറ്റ്സ് കുറേ ഉണ്ടാവും, പശു കുട്ടികളുണ്ടാവും. 2-3 പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് വളർത്തണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ അതിൻ്റെ പിന്നാലെ ഓടുക, അവരുമായിട്ട് കളിക്കുക. അപ്പോൾ കുട്ടികളുമായി, മൃഗക്കുട്ടികളുമായി അവരുമായിട്ട് കളിക്കുമ്പോൾ തടയേണ്ടതിനെ ചില ഗോപന്മാരെ വളരെയധികം വിഷമിച്ച് തടഞ്ഞു എന്നാ. സ്വന്തം മക്കളെ ചിലപ്പോൾ തടഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ രാമനെയും കൃഷ്ണനെയും തടഞ്ഞിട്ടുണ്ടാവും. കാരണം ലാളിക്കുന്നത് സ്വന്തം മക്കളെ ആണ്, അല്ല എന്ന് പറയല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് ഭഗവാന്മാരെ, രാമനെയും കൃഷ്ണനെയും. എന്താ കാരണം? അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഇത് അറിഞ്ഞിട്ടല്ല, രാജാവിൻ്റെ കുട്ടികളാ. മാത്രമല്ല അനവധി ലേറ്റായിട്ടുണ്ടായിട്ടുള്ള കുട്ടികളാ.
എല്ലാവരുടെയും ശ്രദ്ധ ആ കുട്ടികളിലേക്കാണ്. അപ്പോൾ അവിടെ നല്ലോണം അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു. കൃഷ്ണനും രാമനും ഇത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. താനൊറ്റയ്ക്കല്ല, തൻ്റെ കൂട്ടുകാർ മുഴുവനുണ്ട്. പിന്നെ മനുഷ്യക്കുട്ടികൾ മാത്രമല്ല, മൃഗക്കുട്ടികളും ഇതിൽപ്പെട്ട തന്നെയാണ്. അതിപ്പോൾ താൽക്കാലികമായിട്ട് പെറ്റ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ, വളർത്തുമൃഗങ്ങളുടെ കുട്ടികളാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതല്ലാത്തതും വരാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ശ്രദ്ധ ഭഗവാങ്കലേക്ക് എത്തിച്ചു. ഒപ്പമുള്ള കൂട്ടുകാരിലും അതേപോലെ തന്നെ ഈ അവരുടെ അച്ഛനമ്മമാരിലും ഈ കുട്ടികളെ ശ്രദ്ധിക്കുക എന്നത് നിർബന്ധമാക്കി തീർത്തു ഭഗവാന്റെ ബാലചാബല്യങ്ങളെ കൊണ്ട്. ഇനി 7ാമത്തെ ശ്ലോകം. ഹലധരസഹിതസ്ത്വം യത്ര യത്രോപയാദോ വിവശ പതിതനേത്രാസ്തത്ര തത്രൈവ ഗോപ്യ വിഗളിത ഗൃഹകൃത്യ വിസ്മിതാപത്യഭൃത്യ മുരഹര മുഹുരത്യന്താകുല നിത്യമാസൻ. അല്ലയോ മുരഹര, ഹലധരസഹിത ത്വം, കലപ്പ ധരിച്ചതായിട്ടുള്ള ബലരാമനോടൊപ്പം. അവിടെ കലപ്പൊന്നും ധരിച്ചിട്ടില്ലേ, ബലരാമനും കൂടി എന്ന് മാത്രമേ ഉള്ളൂ. രാമനും കൃഷ്ണനും കൂടിയിട്ട് എത്ര എവിടെയൊക്കെയാണോ ഉപയാത ഒപ്പം എത്തിയത്, എവിടേക്കാണോ ഭഗവാൻ വരുത്തിയത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയത്, തത്രയവ അവിടെയെല്ലാം വിവശ പതിതനേത്രാഹ, വളരെയധികം എത്തിപ്പെടാൻ ബാക്കിയുള്ളവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ഓടിക്കതച്ച് എത്തുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ഓടി വരുമ്പോൾ ക്ഷീണം ഉണ്ടാവുമല്ലോ, അങ്ങനെ ക്ഷീണിച്ചതായിട്ടുള്ള ശരീരത്തോട് കൂടിയിട്ട് ഭാവഹാവാദികളോട് കൂടിയിട്ട് അവിടെ എത്തുന്നതായിട്ടുള്ള ഈ കുട്ടികളെ ശുശ്രൂഷിക്കുക, രക്ഷിക്കുക എന്നുള്ള, സംരക്ഷിക്കുക എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് എത്തിയതായിട്ടുള്ള ഗോപന്മാരും ഗോപികളും മറ്റ് മുതിർന്ന കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മമാരും. ഗോപ്യഹ എന്ന് മാത്രം പറഞ്ഞു. ഗോപസ്ത്രീകളെ കുറിച്ച് അധികം പ്രാധാന്യമുണ്ട്. ഗോപികളാണല്ലോ എല്ലാവർക്കും എത്തുക. ഇവരുടെയൊക്കെ അമ്മമാർ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഗോപികൾ ഇങ്ങനെ ഇവര് ചെറുപുരവച്ചിലോടും, അവർക്ക് ക്ഷീണമൊന്നുമില്ല. പക്ഷേ ഒപ്പം എത്താൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഗോപികൾക്ക് ക്ഷീണമുണ്ട്. അവരെ നോക്കി എത്തണ്ടേ, കണ്ണവിടേക്ക് എത്തുന്നില്ല, ശരീരം അവിടേക്ക് എത്തണ്ടേ, അപ്പോഴല്ലേ കണ്ണവിടേക്ക് എത്തുള്ളൂ. അപ്പോൾ ഗോപികൾക്ക് അവിടെ എത്തുമ്പോഴേക്കും വിവശ പതിതനേത്ര, വളരെ കഷ്ടപ്പെട്ടാണ് അവർ എവിടെയാണെന്ന് നോക്കിയാൽ കാണില്ല. അവർ ഒളിച്ചിട്ടുണ്ടാവും ചിലപ്പോഴേ, അല്ലെങ്കിൽ അവരെവിടെയൊക്കെയാണ് ഇരിക്കണമെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവില്ല. ഓടിക്കതച്ച് അവിടെ എത്തും. അങ്ങനെ കാണുമ്പോൾ ഈ ഗോപികൾ വികളിത ഗൃഹകൃത്യ. പക്ഷെ എന്താ കുഴപ്പം, വീട്ടുജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഒന്നുകിൽ അത് മറന്നു, വികളിതം മാത്രമല്ല അത് വീഴ്ച വരുത്തി എന്ന് സാരം. ഗളിതം, വീണു, പതിച്ചു. എന്താ വീഴ്ച വരുത്തിയത്? ഗൃഹകൃത്യങ്ങൾ, വീട്ടുജോലികൾ, അത് വീഴ്ച വരുത്തി എന്ന് സാരം. എന്നുവെച്ചാൽ അതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടികളിലൊപ്പം പിന്നാലെ നടക്കുക. സ്വന്തം കുട്ടികളുമുണ്ട്, രാമകൃഷ്ണന്മാരും ഉണ്ട്. അവരെ നോക്കുക, അവരുടെ അടുത്തേക്ക് നമ്മുടെ കണ്ണെത്തുക. ഇങ്ങനെ ഒരു ധാരണയിലെത്തി ഗോപികൾ. അപ്പോൾ വീട്ടുജോലികൾ പലതും വേണ്ടാന്ന് വെച്ചു. കരുതി കൊട്ടിയിട്ട് വേണ്ടാന്നൊക്കെയല്ല, അത് പറ്റിപ്പോവുകയാണ്. എന്താ ചെയ്യുക? വികളിത ഗൃഹകൃത്യ മാത്രമല്ല വിസ്മിതാപത്യഭൃത്യ, വിസ്മരിക്കപ്പെട്ടു. എന്ത്? അപത്യം, അതേപോലെ തന്നെ ഭൃത്യം. അവരുടെ സ്വന്തം കുട്ടികളുണ്ടേ. ഇതിനേക്കാൾ ലേശം കൂടിയും പ്രായം കൂടിയവരും അതേപോലെ ഇതിനേക്കാൾ പ്രായം താഴെയുള്ളവരും ഉണ്ട്. അവരെ ശ്രദ്ധിക്കണ്ടേ? അവർ ശ്രദ്ധിക്കണില്ല, മറക്കും. സ്വന്തം കുട്ടികളുടെ കാര്യം മറക്കും, ഭൃത്യന്മാരുടെ കാര്യം മറക്കും. എന്നിട്ടോ ഈ കുട്ടികളുടെ ഒപ്പം, കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒപ്പം, രാമൻ്റെയും കൃഷ്ണൻ്റെയും ഒപ്പം നടക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ്. രാമനെയും കൃഷ്ണനെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊപ്പം ഉണ്ടാകുമ്പോൾ അവർ ശ്രദ്ധിക്കില്ലേ? അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. താഴെയുള്ള കുട്ടി പ്രസവിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ താഴെ പ്രസവിച്ചിട്ടുണ്ടാവും, അത് ശ്രദ്ധിക്കണില്ല. അതേപോലെ ഇതിൻ്റെ മുകളിൽ ഏട്ടന്മാരുണ്ടാവും, അല്ലെങ്കിൽ ഏടത്തിമാരുണ്ടാവും, അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഭൃത്യന്മാരുണ്ടാവും, ഭൃത്യന്മാർ ചോദിക്കുന്നുണ്ടാവും എന്താ ചെയ്യേണ്ടത്, അത് കേൾക്കണമെന്നില്ല. ഇവിടെ കുട്ടികളുടെ പിന്നാലെ നിന്നത്. അപ്പോൾ അവർക്ക് തോന്നില്ല, അവർ ചെയ്യും. അപ്പോൾ ഗൃഹകൃത്യങ്ങളിലൊക്കെ വീഴ്ച വന്നു. ഇവരെയൊക്കെ മറക്കുകയും ചെയ്തു. മുഹുഹു നിത്യം, ഇതിങ്ങനെ വീണ്ടും വീണ്ടും എന്നും അത്യന്ത ആകുലം ആസൻ, വളരെ ദുഃഖിതരായിട്ട് ഭവിച്ചു. എന്ത്? കൃഷ്ണനെ കിട്ടിയില്ല എന്ന ദുഃഖം. അല്ലാണ്ട് ഇവിടെ ഭർത്താക്കന്മാരെ നോക്കാൻ സാധിച്ചില്ല, അതിനൊരു ദുഃഖം അതില്ല. ഭർത്താക്കന്മാർ ദുഃഖിച്ചോളൂ, അത്രേ ഉള്ളൂ. എന്നാൽ ഭർത്താക്കന്മാർക്ക് ദുഃഖമുണ്ടോ? ഇല്ല. ഭൃത്യന്മാർക്ക് ദുഃഖമുണ്ടോ? ഇല്ല. അവരവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അവരും എന്തിനു വേണ്ടിയിട്ടാ?
ആവൂ ഞങ്ങളുടെ മുതലാളി, ഞങ്ങളുടെ ഈ കൊച്ചമ്മ അങ്ങടാണല്ലോ പോയിരുന്നത് എന്ന രീതിയിൽ. അതേപോലെ തന്നെ ഈ അമ്മ, ഞങ്ങളുടെ അമ്മ കൃഷ്ണനെയും രാമനെയും നോക്കാനാണല്ലോ പോയിരുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ ആർക്കും ആക്ഷേപമില്ല. ഈ ഗോപികള് കൃഷ്ണന്റെ രാമന്റെ അടുത്ത് എത്തുമ്പോൾ ഒപ്പമുള്ള മക്കളായാലും ശരി, ഭൃത്യവർഗമായാലും ശരി, ഇനി ഭർത്താവായാലും ശരി, അവർക്ക് ആക്ഷേപമൊന്നുമില്ല. അവരുടെ കാര്യങ്ങൾക്കൊക്കെ വീഴ്ച വന്നു എങ്കിലും അവര് അതിനെയും സന്തോഷത്തോടു കൂടിയിട്ട് എടുക്കുന്നു. ഹലധര സഹിതസ്ത്വം യത്ര യത്രോപയാതോ വിവശ പതിത നേത്രാസ്തത്ര തത്രൈവ ഗോപ്യ വിഗളിത ഗൃഹകൃത്യ വിസ്മിതാപത്യഭൃത്യ മുരഹര മുഹുരത്യന്താകുല നിത്യമാസൻ പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ കളപദമുപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയ യുവതിലോകൈരർപ്പിതം സർപ്പിരശ്നൻ ക്വചന നവവിഭക്വം ദുഗ്ധമപ്യാവിഭസ്വം. ഇപ്പം അവർക്ക് എന്തൊക്കെയാണ് ഈ കൊടുത്തത്, എങ്ങനെയൊക്കെയാണ് ലാളിച്ചത്? ത്വം ഭഗവാനെ അങ്ങ് ഗോപികാദത്തം, ഈ ഗോപികമാരാൽ കൊടുക്കപ്പെട്ടതായിട്ടുള്ള നവനീതം, അപ്പോൾ കടഞ്ഞെടുത്തതായിട്ടുള്ള വെണ്ണ, നെയ്യ്, നവനീതമായിട്ടുള്ള, അപ്പോൾ അങ്ങോട്ട് കിട്ടിയതായിട്ടുള്ള, അപ്പോൾ അങ്ങോട്ട് നയിച്ചതായിട്ടുള്ള, അപ്പോൾ എടുക്കപ്പെട്ടതായിട്ടുള്ള, എല്ലാ ദിവസവും അതെ, നവനീതം. അങ്ങനെ അപ്പോൾ കിട്ടിയതായിട്ടുള്ള ഈ വെണ്ണ എല്ലാ ദിവസവും ഇച്ഛൻ ആഗ്രഹിക്കുകയാണ്. ഗോപികമാരിതിങ്ങനെ കടയും. വെണ്ണ അങ്ങനെ ചുടുക്കനുള്ള വെണ്ണ അങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടാവും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ഛൻ ഈ ആഗ്രഹത്തോട് കൂടിയിട്ട് കളപദം, എത്രത്തോളം നല്ല നല്ല വാക്കുകളെ കൊണ്ട് ഈ ഗോപികമാരെ സന്തോഷിപ്പിക്കും. ചില ശബ്ദങ്ങളാവും, ചിലപ്പോൾ നല്ല പഞ്ചാര വർത്തമാനങ്ങളാവും, ഒരു സ്നേഹത്തോട് കൂടിയിട്ടുള്ള വർത്തമാനത്തിനും, ചെറിയ കുട്ടികളുടെ വർത്തമാനത്തിന് ഒരു 4 വയസ്സ് 3 വയസ്സ് ഒക്കെ ആകുമ്പോൾ വല്ലാത്തൊരു കൊഞ്ചലും കാര്യങ്ങളൊക്കെ ആണല്ലോ. അങ്ങനെ കൊഞ്ചിക്കൊണ്ട് മധുരപദങ്ങളെ കൊണ്ട് എനിക്ക് ആ വെണ്ണ തരൂ എന്ന് പറയുന്നതായിട്ടുള്ള കൃഷ്ണന്റെ ഭാവം. കൃഷ്ണൻ ഇങ്ങോട്ട് വന്നാൽ തന്നെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വെച്ചേർക്കണത് കേട്ടോ. എന്നാലും ശരി. ഉപഗായൻ, ചിലപ്പോൾ ഗോപികമാർ പറയും, ഇത് ഒന്ന് പാടിക്കോളൂ, ഒരു പാട്ട് പാടിയാൽ വെണ്ണ തരാട്ടോ. ചില സമയത്ത് ക്വാബി, കോമളം, അതിമനോഹരമായിട്ട് നൃത്യൻ, ഒരു നൃത്തം വയ്ക്കൂ, എന്നാൽ 2 കാലും വെച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും, കയ്യും കാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. അതേപോലെ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ എന്ത് പാട്ടാ ചോദിച്ചാൽ മനസ്സില്ല. ഏതായാലും പാടിക്കും, ആടിക്കും, നൃത്തം ചെയ്യിക്കും. പിന്നെയോ സദയ യുവതി ലോകൈഹി, ഇങ്ങനെ അതീവ ദയോട് കൂടിയിട്ട് ഈ സ്ത്രീകള്, ഈ ഗോപസ്ത്രീകള് അർപ്പിതം, എൻ്റെ കൃഷ്ണ നീ ഇത് കാണിച്ചില്ലെങ്കിൽ ഞാൻ അത് തരാൻ നിൽക്കിയിരിക്കുന്നതാണ്, എന്നാലും എൻ്റെ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ചെയ്തൂലോ. ഇതൊന്നും ചെയ്തില്ലാത്തരം കൃഷ്ണൻ പറഞ്ഞില്ലെങ്കിലും, ഈ ഗോപികുമാരിങ്ങനെ പറഞ്ഞില്ലെങ്കിലും, വെണ്ണ കിട്ടിയാലും വെണ്ണ കിട്ടിയില്ലെങ്കിലും കൃഷ്ണന്റെ ഭാവം ആടലും പാടലും നൃത്തം വയ്ക്കലും നടക്കലും കളപദങ്ങൾ പറയലും കൊഞ്ചലും ഇതൊക്കെ തന്നെയാണ്. ചെറിയും ആലിംഗനായാലും മേലിക്കേറലായാലും എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് മുഴുവനെ ഭഗവാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ബാല ചാബല്യശാലി ആണ്. അപ്പം അതിങ്ങനെ കേട്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അപ്പോൾ ഈ ഗോപികൾ അർപ്പിതം സർപ്പിഹി, ഈ ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതായിട്ടുള്ള ഈ വെണ്ണ അശ്വനൻ നന്നായിട്ടത് കിട്ടിയ പാടെ ഉണ്ണി അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. എന്നിട്ടോ കൊജന ചിലയിടത്ത് നവവിഭക്വം, പുതിയതായിട്ടുള്ള കാച്ചിയതായിട്ടുള്ള ദുഗ്ധം അഭി, പാല്, ചിലപ്പോൾ ചുരുക്കനുള്ള പാല്, ആ കാച്ചിയ സമയത്ത് ചെറു ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ആ പിബഹ അതിങ്ങനെ കുടിക്കുന്നതിനായിട്ട് എത്രയാ അതിൻ്റെ സന്തോഷം, നിശ്ചല. വെണ്ണ തിന്നണു, അത് കഴിഞ്ഞാൽ ചൂടുള്ള വെണ്ണയാണ്. അതേപോലെ തന്നെ ചൂടുള്ള പാലും, രണ്ടിൻ്റെയും ചൂടിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഒന്ന് ഫ്രഷ് എന്ന ചൂടാണ്, മറ്റത് ചൂട് തന്നെയാണ്, പാകാക്കിയിട്ടുള്ള ചൂടാണ്, അത്രയും വ്യത്യാസമുള്ളൂ. അപ്പം ഇങ്ങനെ പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ, ഇങ്ങനെ എല്ലാ ദിവസവും അപ്പം കിട്ടിയതായിട്ടുള്ള ഈ വെണ്ണ മുഴുവനെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട്, ഈ രാമനും കൃഷ്ണൻ കൊടുത്തുകൊണ്ട്, കളപദം ഉപഗായൻ കോമളം ക്വാപി നൃത്യൻ, ചില സമയത്ത് നല്ല നല്ല വാക്കുകളെ കൊണ്ട് പറയുന്നതായിട്ടുള്ള പറയിപ്പിക്കുന്നതായിട്ടുള്ള കൃഷ്ണൻ, പാടിപ്പിക്കുന്നതായിട്ടുള്ള ഗോപികമാരുടെ ആഗ്രഹം, അതേപോലെ നൃത്തം ചെയ്യിക്കുന്നതായിട്ടുള്ള ആ രംഗം. സദയ യുവതി ലോകൈഹി അർപ്പിതം സർപ്പിരശ്നൻ, വളരെ ദയോട് കൂടിയിട്ട് ഈ ഗോപികമാർ കൊടുക്കുന്നതായിട്ടുള്ള ഈ വെണ്ണ, പാല് തുടങ്ങിയതൊക്കെ കഴിക്കുന്നതായിട്ടുള്ള കൃഷ്ണൻ
ക്വചന നവവിഭക്വം ദുഗ്ധമപ്യ അഭിവസ്ത്വം. ഈ ചുടുക്കനുള്ള ഈ പാല്, കാച്ചിയ പാല് അതാണ്ട് കൊടുക്കുമ്പോൾ കുടിക്കുന്നതായിട്ടുള്ള കൃഷ്ണന്റെ ഭാവം, ഇതൊക്കെ ഗോപികളും കൃഷ്ണനും കൂടിയിട്ട് ഉള്ള കൊടുക്കൽ വാങ്ങലുകൾ. അപ്പോൾ വസ്തു കൊടുക്കുന്നു, ഭാവത്തെ കൊടുക്കുന്നു, അനുഗ്രഹത്തെ കൊടുക്കുന്നു, സന്തോഷത്തെ കൊടുക്കുന്നു. സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നുള്ള ആ ഒരു എൻ്റെയാണ് കൃഷ്ണൻ എന്നുള്ള തോന്നല് അവർക്ക് ഉണ്ടാക്കി തീർത്തു. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ കളപദമുപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയ യുവതി ലോകൈരർപ്പിതം സർപ്പിരശ്നൻ ക്വചന നവവിഭക്വം ദുഗ്ധമപ്യാവിവസ്ത്വം. മമ ഖലു ബലിഗേഹേ യാചനം ജാതമാസ്താം ഇഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതി കിം ദേവസന്ധ്യജ്ഞാം ദധിഘൃതമഹരസ്വം ചാരുണാചോരണേന. ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു വ്യത്യാസം. ഞാനാര് എന്നുള്ളത് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. പുതിയ ഒരു കളിയും ഇവർക്ക് മനസ്സിലാക്കാം. എന്നിൽ കൂടുതൽ ഇവരുടെ മനസ്സെത്തട്ടെ. എന്താ അത്? പണ്ട് മഹാബലിയോട് യാചിക്കുകയാണ് ചെയ്തത്. ചെറിയ കാലുകളെ കൊണ്ടൊരു 3 അടി മണ്ണ്, എന്നിട്ട് സർവവും സ്വന്താക്കി. ഇവിടെ ഞാൻ യാചിക്കാതെ കണ്ട് കട്ടെടുക്കാൻ പോവുകയാണ്. കാരണം ഇവര് അബലകളാണ്. ബലി ബലവാനായിട്ടും കാര്യം ഉണ്ടായില്ല, മുഴുവനെ എടുത്തു. ഇവിടെ അബലകളാണ്, ഞാനിതാ എടുക്കാൻ പോകുന്നു, കട്ടെടുക്കാൻ പോവുകയാണ്. എന്താ അത്? മമ ഖലു, ഞാൻ അങ്ങനെ ആവട്ടെ. ബലിഗേഹേ, പണ്ട് മഹാബലിയുടെ ഗൃഹത്തിൽ ചെന്നിട്ട് യാചനം ജാതം, അങ്ങനെ ഭിക്ഷയെടുക്കുക എന്ന രീതിയിലാണ് അന്ന് സംഭവിച്ചത്. ഇപ്പോഴോ അത് അവിടെ ഇരിക്കട്ടെ. ആസ്താം ഇഹ പുന, ഇവിടെയാണെങ്കിൽ അബലാനാം, ഈ സ്ത്രീകളുടെ അടുത്ത്, ഇഹ പുനഃ, ഇവിടെ വീണ്ടും വീണ്ടും, അബലാനാം, ഈ അബലകളായിട്ടുള്ള സ്ത്രീകളുടെ മുമ്പിൽ, അഗ്രത ന ഏവ കുർവേ, അങ്ങനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതേയില്ല. ഇത് വിഹിതമതിഹി, ഇങ്ങനെ സ്വയമേവ തന്നെ ഇത് തന്നെയാണ് ശരി എന്നുള്ളത് ഉറപ്പിച്ചിട്ട് ഭഗവാൻ, കിം ദേവ, അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, മേൽപ്പത്തൂർ പറയാം, ത്വം യാചനം, അങ്ങ് യാചന എന്ന ആ പ്രവൃത്തിയെ സന്ത്യജ്യ, ഉപേക്ഷിച്ചു. എന്നിട്ടോ ചാരുണ, അതിമനോഹരമായിട്ട്, ചോരണേന, ചാരുണ ചോരണേന, വളരെ മനോഹരമായിട്ട് കട്ടെടുത്തു. ദധിഘൃതം അഹരഹ, തൈരായാലും നെയ്യായാലും, അപ്പോൾ അവിടെ തൈര് കക്കല് കഷ്ടിനെയാവും, പാലും വെണ്ണയും കക്കല്, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ആ വാക്ക് വേണ്ട രീതിയിൽ യോജിപ്പിക്കുക ഒന്ന്. രണ്ടാമത് ഗോരസങ്ങൾ മുഴുവൻ ഇവരുടെ സമ്പാദ്യമാണ്. അപ്പം അതിനെ എടുത്തു എന്ന നിലയ്ക്കാണ്. അപ്പോൾ എപ്പോഴും പാലും വെണ്ണയും മാത്രമല്ല, പാലായാലും വെണ്ണയായാലും തൈരായാലും മോരായാലും നെയ്യായാലും ഒക്കെ ഗോരസങ്ങളാണ്. ഈ ഗോരസോൽപ്പന്നങ്ങൾ വിറ്റിട്ടാണ് അവർ ജീവിക്കുക. അത് മുഴുവൻ ഭഗവാനുള്ളതാണ്. ഭഗവാന് സമർപ്പിക്കണം. കർമ്മവും കർമ്മഫലവും ഭഗവാന് സമർപ്പിക്കണം. അത് സമർപ്പിക്കാത്തവരുടെ കയ്യിൽ നിന്നേ കട്ടെടുത്തിട്ടുള്ളൂ. മുഴുവന് കൃഷ്ണന് വേണ്ടിയിട്ട് എടുത്തു വെച്ചവരുടെ നിന്ന് കട്ടെടുത്തിട്ടില്ല. അതവിടെ ഉണ്ട്. ഇനി കട്ടെടുത്തു വിചാരിച്ചിട്ട് പരിഭ്രമിക്കും വേണ്ട. അത് യശോദയിൽ നിന്ന് ഇവർ കൂടുതൽ വസൂലാക്കാനുണ്ടായത്. 1 ഉറുപ്പ്യ കട്ടെടുത്താൽ 1000 ഉറുപ്പ്യ വസൂലാക്കിയിട്ടുണ്ടാവും. മണ്ണിൻ്റെ കലം പൊട്ടിച്ചാൽ പൊന്നിൻ്റെ പാത്രം വാങ്ങിയിട്ടുണ്ടാവും. ഒരു പശുവിൻ്റെ പാലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വെണ്ണ കട്ടെടുത്ത് കഴിഞ്ഞാൽ 100 പശുവിൻ്റെ പാലുകൊണ്ടുള്ള വെണ്ണ യശോദ കൊടുക്കുകയും ചെയ്യും. അത് സ്വീകരിക്കും ഇവർ. അത്രയേ ഉള്ളൂ. അതേപോലെ അഥവാ ഇങ്ങനെ കട്ടെടുത്ത് പോലെ ശിക്ഷിക്കാൻ പുറപ്പെട്ട, അയ്യോ ശിക്ഷിക്കൊന്നരുത് കേട്ടോ, ഇത് എന്തുകൊണ്ട് കൃഷ്ണൻ ഞങ്ങളുടെ അടുത്തേക്ക് കക്കാൻ വരുന്നില്ല എന്ന് വിചാരിക്കുന്ന രീതിയിലാണ് ഗോപികൾ. ഇത് കാണാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് അനുവദിച്ച് തരണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. നിഷേധിക്കരുത് കേട്ടോ, അതാണ്. നിഷേധം വളരെ തെറ്റാണ്. നിഷേധിക്കരുത് കേട്ടോ എന്നാണ്. ഗോപികളും അതെ, യശോദയ്ക്കും അതെ. ഇങ്ങനെ മമ ഖലു ബലിഗേഹേ യാചനം ജാതമാസ്താം ഇഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതി കിം ദേവ സന്ധ്യജ്ഞാം ദധിഘൃതമഹരസ്ത്വം ചാരുണാചോരണേന. ഞാനെന്തായാലും ഈ ബലിയുടെ അടുത്ത് അന്ന് 3 അടി മണ്ണ് യാചിച്ച പോലെ യാചിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അബലകളായിട്ടുള്ള ഈ സ്ത്രീകളുടെ മുമ്പിൽ യാചിക്കുകയല്ല വേണ്ടത്, അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇത് മറ്റൊരു ലീല കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് കണക്കാക്കിക്കൊണ്ട് വളരെ ഭംഗിയോട് കൂടിയിട്ട് കക്കൽ എന്ന
ചാരുണാചോരണേന വളരെ മനോഹരമായിട്ട് കക്കുകയാണ് ഉണ്ടായത്. എന്തൊക്കെ കട്ടു? ഘോരസങ്ങളെ കട്ടു. ഇനി ഒടുക്കത്തെ 10ാമത്തെ ശ്ലോകം. തവദധികൃതമോഷേ ഘോഷയോഷാജനാനാം അഭജത ഹൃദിരോഷോ ന അവകാശം ന ശോക ഹൃദയമപി മുഷിത്വാ ഹർഷസിന്ധൗന്യഥാസ്ത്വം സ മമ ശമയരോഗാൻ വാതഗേഹാധിനാഥ. ഈ സ്ഥേയയോഗം ഭഗവാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഗോപികമാരിൽ ഉണ്ടായതായിട്ടുള്ള എത്രത്തോളം ആനന്ദം, സച്ചിദാനന്ദം അത് അറിയില്ല. അത് എനിക്കും അനുഗ്രഹിച്ചു തരണേ എന്നാ മേപ്പത്തോര് ഒടുക്കം പ്രാർത്ഥിക്കണതേ, രോഗങ്ങളെ മാറ്റിത്തരാൻ വേണ്ടിയിട്ട്. തവ ദധിഘൃതമോഷേ, ആ സമയത്ത് തൈരോ നെയ്യോ പാലോ വെണ്ണയോ മോരോ എന്താ വെച്ചാൽ കട്ടെടുക്കുന്ന സമയത്ത് രോഷ കോപം ഏതെങ്കിലും തരത്തിൽ ഘോഷയോഷാജനാനാം ഈ ഗോകുല സ്ത്രീകളുടെ ഇടയിൽ ഇത് ഘോഷമാക്കിയിട്ട് എടുക്കുന്നതായിട്ടുള്ള ഇത് കക്കൽ എന്നുള്ളത് ഭഗവാൻ നല്ലോണം ഘോഷാക്കിയിട്ടുണ്ട്. ഈ ഗോപികമാരെല്ലാവരും അത് പറഞ്ഞു നടന്നിട്ടുണ്ട്. കൃഷ്ണൻ കക്കണു, കൃഷ്ണൻ എന്താ വെണ്ണ കക്കണു, ആ വീട്ടിൽ കയറി ഇത്രേ, ഈ വീട്ടിൽ കയറി ഇത്രേ, എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല, എന്താ വരാത്തനാവോ എന്ന് ഘോഷമാക്കി തീർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ സ്ത്രീകളെ യോഷാജനാനാം ഈ ഗോപികളെ ഹൃദി മനസ്സിൽ അവകാശം ന അഭജത ഒട്ടും സ്ഥലം നേടിയില്ല. എന്തിന്? ശോകം, ശോകമോഹ ഭയാദികളിൽ ലവലേശം ഇല്ല. കക്കാൻ വരണല്ലോ വിചാരിച്ച് പേടി ഉണ്ടായിട്ടില്ല. കട്ടുകൊണ്ട് പോയില്ലോ വിചാരിച്ചൊരു ദുഃഖം ലവലേശം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് കക്കാൻ വരുന്നില്ല എന്നതാണ് അവർക്ക് സംശയം ഉണ്ടായിട്ടുള്ളൂ. അതാണ് അങ്ങനെയുള്ള ഘോഷയോഷാജനാനാം ഹൃദി ന അവകാശം അഭജത. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ടേ ഇല്ല. ഒരു ചെറിയ ഒരു സംശയം കൂടി ഉണ്ടായിട്ടില്ല. എന്തിൻ്റെ? ശോക. അങ്ങനെ ഒരു ശോകമില്ല. അവകാശം ന അഭജത, ദുഃഖം ലവലേശം ഉണ്ടായിട്ടില്ല. പിന്നെയോ ത്വം ഭഗവാനെ അവിടുന്ന് ഹൃദയം അഭി, എന്താ കാരണം? ഈ വെണ്ണ കക്കണേൻ്റെ ഒപ്പം ഭഗവാൻ ഈ ഗോപികമാരുടെ മനസ്സിനെയും കട്ടു. മുഷിത്വ ഹൃദയം അഭിമുഷിത്വ, ഹൃദയത്തെയും മനസ്സിനെയും ഇങ്ങോട്ട് കട്ടുകൊണ്ടുവന്നു. ഹർഷസിന്ധൗ, അപ്പോഴോ ആ ഗോപികമാർ നല്ലോണം സന്തോഷിച്ചു. അത് കണ്ടുകൊണ്ട് കൃഷ്ണൻ സന്തോഷിച്ചു. ന്യഥാഹ, അങ്ങനെ ഹർഷസിന്ധൗ ന്യഥാഹ, ന്യാസം ചെയ്തത് എന്താണ്? ഈ സച്ചിദാനന്ദത്തെയാണ് ന്യാസം ചെയ്തു കൊടുത്തത്. പിന്നെയോ വാതഗേഹാധിനാഥ, അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ, സഹാത്വം, അങ്ങനെയുള്ള അങ്ങ് മമ രോഗാൻ ശമയ, എൻ്റെ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കണേ. തവദധികൃതമോഷേയോ ഘോഷയോഷാജനാനാം അഭജത ഹൃദി രോഷോ ന അവകാശം ന ശോക ഹൃദയമഭിമുഷിത്വ ഹർഷസിന്ധൗന്യഥാസ്ത്വം സമമ ശമയ രോഗാൻ വാതഗേഹാധിനാഥ. അങ്ങയുടെ ഈ വെണ്ണയും പാലും കക്കല് ഈ ഗോപസ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു തലത്തിൽ ഒരു വിഷമവും ഉണ്ടാക്കിയിട്ടില്ല. ഇനി കക്കാൻ ചെല്ലാത്തൊരു സ്ഥലവും ഇല്ല. അതേപോലെ തന്നെ ഗോപികളുടെ ഈ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുപോയില്ലോ എന്ന നിലയ്ക്കൊരു ദുഃഖമോ ഭയോ അങ്ങനെ ഒരു വിഷമങ്ങളും അവർക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഭഗവാൻ അവരുടെ ഈ വെണ്ണയും പാലും ഘോരസം സമ്പാദ്യങ്ങളും കക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ മനസ്സിനെ കൂടി ഇങ്ങോട്ട് കട്ടെടുത്തു. പിന്നെ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. അവര് ഈ ദുഃഖത്തിന് പകരം സച്ചിദാനന്ദത്തെയാണ് സന്തോഷത്തോടു കൂടിയിട്ട് ഇന്ദ്രിയ സുഖങ്ങളിലൂടെ അവര് അനുഭവിച്ചത്. കാരണം കൃഷ്ണനെ തൊടാൻ സാധിക്കണു, സംവദിക്കാൻ സാധിക്കണു, ആലിംഗനം ചെയ്യാൻ സാധിക്കണു, കൃഷ്ണൻ എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കണു, കൃഷ്ണനിൽ നിന്ന് ഈ ജാതിയുള്ള വാക്കുകളെ കേൾക്കുന്നു, നൃത്തം കാണിക്കുന്നു, മറ്റേ പാട്ട് കേൾപ്പിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ ഈ കട്ട് കഴിഞ്ഞപ്പോൾ മനസ്സും ഒപ്പം കട്ടെടുത്തത് കൊണ്ട് അവർക്ക് യാതൊരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദുഃഖങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളെയും തീർത്തു തരയണമേ. മനസ്സിൻ്റെ നിരോധമാണ് ഇവിടെ. മനസ്സ് മറ്റൊരു ദിക്കിലേക്ക് പോവാതിരിക്കാൻ ഉള്ള ഒരു ഉപായമായിട്ടാണ് ഭഗവാൻ ഈ ബാലലീല ചെയ്തത്. അത് ഋഷിമാര്, ദേവന്മാര്, പൗരന്മാര്, നമ്മളെപ്പോലെയുള്ള ഭാഗവതം വായിക്കുന്നവര്, കേൾക്കുന്നവര് എല്ലാവരും ഈ ഭഗവത് ലീലയിൽ മനസ്സ് വ്യാപൃതമായി എങ്കിൽ നമുക്ക് മറ്റ് ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല. സമയം പോയത് അറിയില്ല. അപ്പോൾ അത്രയും നേരത്തെ ദുഃഖം ഇല്ലാണ്ടായില്ലേ? അതുകൊണ്ടാണ് ഈ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ദുഃഖമില്ലാണ്ടാവും. കാരണം അത് മറക്കും. അങ്ങനെയുള്ള ഭഗവാൻ നമ്മളെയും എപ്പോഴും ആനന്ദം അനുഭവിപ്പിക്കുക എന്ന സന്തോഷത്തെ തരുമാറാകട്ടെ. അത് നമ്മിലുള്ള കുറവുകൾ, ധനപരമായിട്ടുള്ള കുറവുകൾ, അല്ലെങ്കിൽ രോഗം തൊട്ടിട്ടുള്ള രോഗാദികളെ, വേദനകളെ
ഒക്കെ മുഴുവൻ ഇല്ലാണ്ടാക്കുക. അതേപോലെ നമുക്ക് പല വീക്ക്നെസ്സും ഉണ്ടാവും. ആ വീക്ക്നെസ്സുകളെയൊക്കെ പരിഹരിക്കുക. ഇതിനെല്ലാം ഭഗവാൻ ഈ ബാലലീല നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാൻ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. 45-ാമത്തെ ദശകം 2 ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിരിക്കണം. 10 ശ്ലോകങ്ങൾ. ബാലലീല. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ